തെറ്റ് ചെയ്തവരെന്നും അഴിമതിക്കാരെന്നും ചൂണ്ടിക്കാട്ടി ഇ ഡി വല വിരിച്ച് വലയിൽ കുരുക്കിയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ആ കേസിലൊക്കെ പിന്നീടുണ്ടായ അവസ്ഥ എന്താണെന്നുള്ളത് ജനൻ ടി വിയോ അല്ലെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും മാധ്യമങ്ങളോ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത് ഡി കെ ശിവകുമാർ. എത്രയോ വളഞ്ഞിട്ട് ആക്രമിച്ചു ഡി കെ ശിവകുമാറിനെ. അദ്ദേഹത്തിന്റെ പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടായി. കർണാടകയിലെ വലിയ വ്യവസായി അദ്ദേഹം പുഴയിലേക്ക് ചാടി. അത് എന്തൊരു വലിയ വേട്ടയാണ് നടത്തിയത്. 2 ആഴ്ച മുമ്പേ അദ്ദേഹത്തിന് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകി. അത് ഈ രാജ്യത്തെ മാധ്യമങ്ങളൊന്നും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അപ്പോൾ ഇ ഡി ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം മാത്രം കൃത്യമായി ചോദിച്ചോട്ടെ. ഇന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അദ്ദേഹത്തിനെതിരെ 25,000 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ FIR കൊടുത്ത് കുറ്റപത്രം കൊടുത്ത് അദ്ദേഹത്തെ പ്രതിയാക്കി കോടതിയിൽ കേസ് ഫയൽ ചെയ്തതാണ് ഇ ഡിയും CBI-യും. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം NCPയെ പിളർത്തി BJP മുന്നണിയുടെ ഭാഗമായി. കഴിഞ്ഞയാഴ്ച കൊടുത്ത അന്തിമ റിപ്പോർട്ടിൽ അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ എന്താ? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് സംശയിക്കുന്നത് എന്താ? ഇ ഡിയെ ഒരു രാഷ്ട്രീയ ഉപകരണമായി, ഇ ഡിയെ പ്രതിപക്ഷ പാർട്ടികൾ നിശബ്ദമാക്കുവാൻ അരവിന്ദ് കേജ്രിവാളിനെ ഇപ്പോൾ തുറുങ്കിലടച്ചു. 7 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും, അദ്ദേഹം പുറത്തു വരും. പക്ഷെ കുറ്റപത്രം കൊടുക്കാൻ വീണ്ടും 90 ദിവസം എടുക്കും. ആ 90 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിയും. അദ്ദേഹത്തെ കുറ്റപത്രം കൊടുത്ത് വിചാരണ നടത്തി അദ്ദേഹത്തെ അവസാനം വെറുതെ വിട്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും. അപ്പോൾ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പിന്നെ BJP ആഗ്രഹിക്കുന്ന കുറെ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി BJP ആഗ്രഹിക്കുന്നു. ഒന്ന്, അവരുടെ ഭരണപരാജയങ്ങളെല്ലാം അവർക്ക് മൂടി വെക്കാം. കാരണം പുതിയ പുതിയ അജണ്ടകൾ വരിക, പുതിയ പുതിയ വിഷയങ്ങൾ വരിക. മാധ്യമങ്ങളെയും നവമാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് നുണക്കഥകളെ ഇങ്ങോട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് എന്താ ഇന്ന് ഈ രാജ്യം ചർച്ച ചെയ്യുന്ന മുഴുവൻ വിഷയങ്ങളെ മൂടി വെച്ചുകൊണ്ട് അജണ്ടകൾ വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്തുകൊണ്ട്. കാരണം എന്താ, ഇന്ന് ഈ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത അന്നാണ് സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് ഈ രാജ്യത്ത് ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല. കാരണം എന്താ? ഇവിടെ ഫോക്കസ് മാറി, മുഴുവൻ ഫോക്കസും അരവിന്ദ് കേജ്രിവാളിലേക്ക് മാറി. അപ്പോൾ വളരെ ബോധപൂർവം തന്നെ ഞാൻ ഒറ്റ കഴിഞ്ഞിട്ട് അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലെ ഏതെങ്കിലും നീതിന്യായ പീഠം പിന്നെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. അദ്ദേഹം ചോദ്യം ചെയ്യുവാനായിട്ട് സ്വമേധയാ വരുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇടിക്കുണ്ട്.